ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും മനീഷ മാത്യു നഴ്സായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മനീഷ, അവിടെ എന്താണ് ഇപ്പോൾ സ്ഥിതി? അപായ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ കുറച്ച് പോയിട്ടായിട്ടാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ ഇവിടുത്തെ ഒരു 8 മണി, അത് 3.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യ ആയിട്ട്. രാവിലെ ഇവിടുത്തെ ഒരു 8 മണിക്കാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് വാണിംഗ് സൈറൻ വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഷട്ടറിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുന്ന എംപ്ലോയറിന്റെ ഫോൺ പറഞ്ഞായിരുന്നു അത് വാണിംഗ് സൈറനാണ്, പുറത്തേക്ക് ഇറങ്ങുക, സേഫ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത സൈറൻ വരും ഫസ്റ്റായിട്ട് ഷട്ടറിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു. പലയിടങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ വരുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നോർമലി സാധാരണ ഓർമ്മിക്കുന്ന സൗത്ത് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ ആണെങ്കിൽ ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ട്. ബംഗറുകളിലേക്കൊക്കെ പോകാനുള്ള മുന്നറിയിപ്പുകൾ അങ്ങനെ എല്ലാം സജ്ജമാണോ? അവിടെ സേഫ് ആണോ? എല്ലാവരും ഫാമിലികൾ, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. എല്ലാവരും ചോദിക്കുമ്പോൾ അവരുടെ ഫാമിലി അല്ലെ ഇന്ത്യൻ നമ്പേഴ്സ് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനീഷ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണ്? ബംഗറുകളുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഹോം കെയർ ആണ്. അവിടെയൊക്കെ മലയാളികളോട്ടൊക്കെ ബന്ധമുണ്ട്. നിങ്ങൾ വാട്സാപ്പ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് 10-12 പേരോളം ഞങ്ങൾ മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും സേഫ് ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള മലയാളികളുമായിട്ട് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പുതിയ അറിയിപ്പ് എന്താണ് വന്ന ഒടുവിൽ? സേഫ് ആയിട്ടിരിക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, ബംഗാളിലേക്ക് നമ്മൾ ചാർജ്, പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം പറ്റുന്ന ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബംഗാളിലേക്ക് തന്നെ കയറ്റി വെക്കുകയാണ്. ശരി, അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക മനീഷ.